ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ, നമ്മുടെ സ്വന്തം വീട്ടിൽ 2 തെങ്ങുണ്ട്. അപ്പം അവിടെ തെങ്ങ് കുറച്ച് ഉണങ്ങിയതായതുകൊണ്ട് നമ്മൾ കൊപ്രയാക്കി എണ്ണയാക്കി നമ്മൾ ആട്ടിയെടുത്തതാണ് കേട്ടോ. അത് നമ്മൾ വെയിലത്ത് വെച്ച് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള എണ്ണ, അതിൻ്റെ സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടി എന്തോ വെയിലത്തൊക്കെ വെക്കണം എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതൊക്കെ വെച്ചു അമ്മ അത് ഓരോ ബോട്ടിലേക്ക് മാറ്റി വെക്കുന്നതാണ് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ ഈ കൊപ്ര അല്ലെങ്കിൽ ഈ എന്താ നമ്മുടെ പിണ്ണാക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ള ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ജനിച്ച അന്ന് തൊട്ടേ ഞാനിത് എന്താ അതിൻ്റെ തലയിൽ പിണ്ണാക്കാടി എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ ഈ പിണ്ണാക്ക് എന്നുള്ളത് കേൾക്കാൻ അല്ലെങ്കിൽ കാണാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാണ് സംഭവം എന്നുള്ളത് എനിക്ക് ഈ കഴിഞ്ഞിടയ്ക്കാൻ മനസ്സിലായത്. അപ്പോൾ വൈകുന്നേരം എല്ലാവരോടും മുകളിൽ വന്നിരിക്കുകയായിരുന്നു. വേറെ ആരുമില്ല, ഞാനും അമ്മയും കാണിച്ച് മാത്രം. അപ്പോൾ നല്ല ഇളം കാറ്റ് വീശുന്നു. നമുക്ക് ഇന്നലെ നല്ല മഴയില്ലായിരുന്നോ. ടെറസിന് മുകളിൽ അത്യാവശ്യം തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പെറുക്കി നീറ്റായി കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മുടെ മൊഹീൻ വില്ല പുറത്തേക്കല്ല അകത്തേക്ക് ഇങ്ങനെ നല്ല രീതിയിൽ പൂവിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ കുളിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പ്രകൃതിയെല്ലാം ആസ്വദിച്ച് നിന്നുകൊണ്ടിരുന്നപ്പോഴേക്കും എന്നാൽ പിന്നെ എടുത്താണ്. പിന്നെ മഴക്കാറ് കണ്ടുകൊണ്ട് തുണിയൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ഈ എണ്ണ തലയിൽ നിന്ന് പുരട്ടിയേക്കാം. നാളെ എന്തായാലും ഞായറാഴ്ചയല്ലേന്ന് ഓർത്ത് തലേന്ന് തന്നെ തലയിൽ കുറേ എണ്ണയെല്ലാം വാരി തേച്ചു. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ തലയിൽ സത്യം പറഞ്ഞാൽ എണ്ണ തേപ്പ് കാണുന്നത്. കാരണം ഇതുവരെ ഞാൻ എണ്ണ അങ്ങനെ തലയിൽ പുരട്ടുന്ന ഒരാളേ അല്ല. എനിക്ക് എണ്ണ വെക്കുന്നതും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ മുടിയിൽ കാണാനുണ്ട്. അപ്പോൾ എന്നെപ്പോലെ എത്ര പേര് കാണുമല്ലേ. ഓക്കെ, ടാറ്റാ.